അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെ ജീവിതം എല്ലാ സമയത്തും അത് നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല അതിൻ്റെ പ്രയാണം ഉണ്ടാവുക. ചില സമയത്ത് രോഗങ്ങളും മറ്റു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും ഒരാളെ ഇണ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിക്കുക, അല്ലെങ്കിൽ ബിസിനസ്സിലോ മറ്റോ ഒക്കെ നഷ്ടം സംഭവിക്കുക, മക്കൾ മരണപ്പെടുക, അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത എന്തെങ്കിലുമൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ എത്തുമ്പോൾ ചില ആളുകൾ ആ സമയത്ത് ടെൻഷനായിരിക്കും. ടെൻഷൻ വർദ്ധിച്ച് ആളുകളോടൊന്നും സംസാരിക്കാതെ ഒരു ഡിപ്രസ്ഡ് മൂഡിലായിരിക്കും ഉണ്ടാവുക. ചില ആളുകൾ ഈ സമയത്ത് ദേഷ്യത്തിലായിരിക്കും, എല്ലാവരോടും ദേഷ്യം പിടിച്ചിരിക്കും. ചില ആളുകൾക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത, അങ്ങനെ പല അവസ്ഥകളിലായിരിക്കും ഉണ്ടാവുക. എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതിന് ഏറ്റവും നല്ല ഒരു മാതൃക നമുക്ക് ഹാജറ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഹജ്ജിനായിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ മക്കയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ മക്കയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവരെയും ചെറിയ കുഞ്ഞായിരുന്ന ഇസ്മായിലിനെയും തനിച്ചാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം യാത്രയാവുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കഅബയുടെ പരിസരത്ത് ഹാജറ റളിയല്ലാഹു അൻഹയെയും ഇസ്മായിലിനെയും തനിച്ചാക്കുമ്പോൾ ഇന്ന് കാണുന്നത് പോലെയുള്ള വലിയ കെട്ടിടങ്ങളോ ആൾക്കൂട്ടങ്ങളോ വിഭവങ്ങളോ ഫലവർഗ്ഗങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. വെറും കരിമ്പാറ കൂട്ടങ്ങൾ മാത്രം. അവർക്കൊന്ന് തലചായ്ക്കാൻ ഒരു വീടോ കുടിക്കാൻ വെള്ളമോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് അവരെ തനിച്ചാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ ഹാജറ ബീവി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, ഈ ആൾതാമസമില്ലാത്ത വിജനമായ സ്ഥലത്ത് എന്നെയും മകനെയും തനിച്ചാക്കി നിങ്ങൾ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദിച്ച ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുന്നോട്ട് തന്നെ നടക്കുകയാണ്. ഹാജറ ബീവി വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി പോവുകയാണോ എന്ന് ചോദിക്കുന്ന ആ സമയത്തും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും മറുപടി പറയുന്നില്ല. മൂന്നാമതായി ഹാജറ ബീവി ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ അമ്ര പ്രകാരമാണോ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ഞങ്ങളെ ഇവിടെ വിട്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പം അതേ എന്ന ഭാവത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തലകുലുക്കി. ഈ സമയത്ത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എങ്കിൽ അവൻ ഞങ്ങളെ കൈവിടിയില്ല എന്നുള്ളത്. ഇത്രയും ഈ ചരിത്രമൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ കേട്ട ചരിത്രമാണ്. ഈ ഒരു സംഭവത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഏതൊരാൾക്കും ഉണ്ടാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഹാജറ ബീവിയുടെ മനസ്സിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ ഉപേക്ഷിക്കുമ്പോൾ അവരെ മനസ്സിലും ഉണ്ടായത്. സ്വന്തം ഭർത്താവ് അവരെ വിട്ട് ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇനി ആരാണ് എനിക്ക് ഞങ്ങളെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുക എന്ന് ഏതൊരാളുടെ മനസ്സിലും ഉണ്ടാവും. അതിനി ഒരാളുടെ അന്ന് അത് ഹാജറ ബീവി അഭിമുഖീകരിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ തനിച്ചാക്കി പോകുന്ന ആ ഒരു സമയമാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അത് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരാളുടെ ഇണ നഷ്ടപ്പെട്ടു, ഭർത്താവ് മരണപ്പെട്ടു, അല്ലെങ്കിൽ അയാളുടെ മുഖ്യ ആശ്രയമായിരുന്ന ഒരു ബിസിനസ്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഒരു ഒറ്റപ്പെടലാണ് ഉണ്ടാകുന്നത്. എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പം അവിടെ ഒറ്റപ്പെടലുകളാണ്. ഈ ഒറ്റപ്പെടലുകൾ പല രീതിയിലുള്ള ഒറ്റപ്പെടലുകൾ ഉണ്ടാകും. ചില സമയത്ത് അതൊരു ബിസിനസ്സിലെ ഒരു വലിയ തകർച്ചയായിരിക്കും. ഈ തകർച്ച സംഭവിക്കുന്ന ഒരു സമയത്ത് അയാൾ മാനസികമായിട്ട് ഒരു ഒറ്റപ്പെടലായിരിക്കും. ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം അയാളുടെ മനസ്സിലുണ്ടാവും. ഇതേ ചോദ്യമാണ് ഹാജറ ബീവിയുടെയും മനസ്സിൽ അന്നുണ്ടായത്. എന്നാൽ ആ ചോദ്യത്തിൽ നിന്ന് ആ ചോദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ച രണ്ട് ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറയുന്നില്ല. മൂന്നാമത്തെ ചോദ്യം
ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് ചോദിക്കുന്നത്, ഹാജറ ബീവി ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ അമ്ര പ്രകാരമാണോ നിങ്ങൾ ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി പോകുന്നതെന്ന്. അപ്പം അതിന് അതെ എന്ന് മറുപടി പറഞ്ഞപ്പം ഹാജറ ബീവിക്ക് മാനസികമായിട്ടൊരു സമാധാനം കിട്ടുകയാണ്, ആത്മധൈര്യം അവർക്ക് കിട്ടുകയാണ് എന്നുള്ളതാണ്. ഇതാണ് ഈ ഒരു ചരിത്ര സംഭവത്തിൽ ഒന്നാമതായി പഠിക്കാനുള്ളത്. ഒന്ന് തവക്കലാണ്. ഈ ജീവിതത്തിലുണ്ടാകുന്ന ഏത് കാര്യമായാലും, രോഗമായാലും മരണമായാലും മറ്റു എന്ത് പ്രതിസന്ധികളായാലും അതൊക്കെ അള്ളാഹുവിൻ്റെ അമ്ര പ്രകാരമാണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഒരാൾക്ക് കിട്ടുന്നതോടുകൂടി അയാളുടെ മാനസിക സംഘർഷങ്ങൾക്ക് അത് ലഘൂകരിക്കാൻ വളരെയധികം സഹായകമാകുമെന്ന. മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ല, ഒരു മുസീബത്തും നമ്മളെ സംഭവിക്കുന്നില്ല അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുസീബത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അത് രോഗമായാലും മരണമായാലും സാമ്പത്തിക പ്രയാസമായാലും മക്കളിലുള്ള പരീക്ഷണമായാലും അതൊക്കെ ഒരു ബൈ ചാൻസിലുണ്ടായിരുന്ന സംഗതിയല്ല, അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് പോയതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യം ഇന്നത് ചെയ്തത് കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. ഈ പ്രപഞ്ചത്തിലുള്ള എന്തു കാര്യം നടക്കണമെങ്കിലും അത് അള്ളാഹുവിൻ്റെ അമ്ര പ്രകാരമല്ലാതെ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അമ്ര പ്രകാരമാണ് ഹാജറ ബീവിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെയും തനിച്ചാക്കുന്നത്. അപ്പോൾ ഹാജറ ബീവി ആ ചോദ്യം ചോദിക്കുകയും ഇബ്രാഹിം നബി അതെ അള്ളാഹുവിൻ്റെ അമ്രാണ് നിങ്ങളെ ഇവിടെ പോകുന്നത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഹാജറ ബീവി മനസ്സിലാക്കിയപ്പോൾ പിന്നീട് ഹാജറ ബീവി പറഞ്ഞ ആ ഒരു മറുപടി, എങ്കിൽ അവൻ ഞങ്ങളെ കൈവടിയില്ല എന്നുള്ളതാണ്. ഇതാണ് ഒരു പ്രതിസന്ധിയിൽ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു മാനസികാവസ്ഥ. നമ്മുടെ ഏതൊരു പ്രതിസന്ധിയിലും നിരാശരായിട്ട് ഇനി എന്ത് എന്നുള്ള ആ ഒരു ഡിപ്രസ്ഡ് മൂഡിലേക്ക് പോകുന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ അല്ല എൻ്റെ കുടുംബത്തിൽ അല്ല എൻ്റെ സാമൂഹ്യ പശ്ചാത്തലം എന്തായാലും അപ്പോൾ പ്രതിസന്ധി ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒന്നാമതായിട്ട് നമുക്കുണ്ടാവേണ്ടത് അള്ളാഹുവിലുള്ള തവക്കുലാണ്. അള്ളാഹു കൈവടിയില്ല എന്നുള്ളത്. അത് എന്തായാലും നമ്മുടെ ഒരു ബിസിനസ് ആയാലും വ്യക്തിജീവിതമായാലും മറ്റ് ഏതൊരു കാര്യമായാലും തവക്കുലാണ് ഒന്നാമതായിട്ടുണ്ടാവേണ്ടത്. ഹാജറ ബീവി ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് പറയാണ്, അള്ളാഹുവിൻ്റെ അമ്ര പ്രകാരമാണ് നിങ്ങൾ ഞങ്ങളെ ഇവിടെ ഉപേക്ഷിക്കുന്നതെങ്കിൽ അവൻ ഞങ്ങളെ കൈവടിയില്ല എന്ന്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നീട് അവരെ തനിച്ചാക്കി പോയി. അവരുടെ കയ്യിൽ, ഹാജറ ബീവിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ ഒരു പാത്രത്തിലുള്ള കുറച്ച് ഈത്തപ്പഴവും കുറച്ച് വെള്ളം മാത്രമായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഈത്തപ്പഴവും വെള്ളവും കഴിഞ്ഞു. പിന്നീട് കുട്ടി കരയാൻ തുടങ്ങി. കുട്ടി കരഞ്ഞപ്പോൾ ഈ സമയത്ത് അവർക്ക് വെള്ളം ആവശ്യമായി വന്നു. ഈ സമയത്ത് നമുക്ക് രണ്ടാമത്തെ ഒരു പാഠം, ഒരു വിധി സംഭവിച്ചാൽ ആ സംഭവിച്ചതിനെ ഓർത്ത് പൈചാരി അല്ലെങ്കിൽ അവിടെ പരിതപിച്ച് അങ്ങനെ ഇരിക്കുകയല്ല അവിടെ ഹാജറ ബീവി ചെയ്യുന്നത്. അവർ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് അവർ ചുറ്റും നോക്കി. അങ്ങനെയാണ് കുറച്ചു ദൂരെ സഫാ കുന്ന് കാണുന്നത്. അങ്ങനെ ആ കുന്നിലേക്ക് അവർ കയറുകയാണ്. എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ഒരു അന്വേഷണം. അതാണ് രണ്ടാമതായിട്ടുണ്ടാവേണ്ടത്. ഒന്ന് തവക്കലാണെങ്കിൽ രണ്ടാമതായിട്ട് നമുക്കുണ്ടാവേണ്ടത് പ്രതീക്ഷയാണ്. ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധികളിൽ മനസ്സ് തളരാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ആ പ്രതിസന്ധിയെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി അടുത്തത് പ്രതീക്ഷയോടുകൂടി ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യും എന്നുള്ളത്, അതിന് നമ്മുടെ മുന്നിലുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പ്രതീക്ഷയോടുകൂടി അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. അങ്ങനെ ഹാജറ ബീവി സഫയിലേക്ക് കയറി, അതിൻ്റെ മുകളിൽ കയറി വിദൂരതയിലേക്ക് അവർ നോക്കുകയാണ്. ഏതെങ്കിലും യാത്രാ സംഘങ്ങൾ വരുന്നുണ്ടോ എന്ന് അവർ നോക്കുകയാണ്. എന്നാൽ യാത്രാ സംഘങ്ങളെയോ മറ്റോ ഒന്നും തന്നെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും ആ സഫയിൽ നിന്ന് ഇറങ്ങി മർവയിലേക്ക് കയറുകയാണ്. മർവയുടെ മുകളിൽ കയറി വിദൂരതയിലേക്ക് നോക്കുമ്പോൾ ഏതെങ്കിലും യാത്രാ സംഘം വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ മർവയിൽ കയറി വിദൂരതയിലേക്ക് നോക്കിയപ്പോഴും ആരെയും അവർ കണ്ടില്ല. അവർ നിരാശരായില്ല. വീണ്ടും സഫയിലേക്ക് കയറി. അങ്ങനെ സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്കും. ഇന്നും ഹാജിമാർ ഹജ്ജിനും ഉംറക്കുമൊക്കെ പോകുമ്പോൾ ഹാജറ ബീവിയുടെ ആ ഒരു പാദസ്പർശമേറ്റ ആ ഒരു സ്ഥലത്തുകൂടെ അതിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ പ്രതീക്ഷ കൈവടിയാതെ നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. ചിലപ്പോൾ അത് വ്യക്തികളാവാം, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്ഥാപനമാവാം, അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആയാലും
ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച ഇടത്ത് നിന്ന് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. എന്നാൽ നിരാശ അവിടെ നമ്മളെ ഒരിക്കലും തന്നെ ബാധിക്കാൻ പാടില്ല. ഹാജറ ബീവി ഒരിക്കലും തന്നെ അവർക്ക് നിരാശ വന്നില്ല. അവർ സഫയിൽ നിന്ന് മർവയിലേക്ക് ആ പരിശ്രമം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ, അതാണ് മൂന്നാമത്തത്. ഒന്ന് തവക്കുൽ വേണം, രണ്ട് നമുക്ക് പ്രതീക്ഷ വേണം, പരിശ്രമം വേണം. ഈ മല കയറുമ്പോൾ, സഫയും മറവയും ഒക്കെ കയറുമ്പം അവരുടെ ശരീരം ക്ഷീണിക്കുകയും അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർ. എങ്കിലും ആ പരിശ്രമം അവർ ഉപേക്ഷിക്കുന്നില്ല. അങ്ങനെ ഈ സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുട്ടി കിടന്നിരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നത്. ആ സ്ഥലത്തേക്ക് അവർ ഓടിയെത്തുമ്പോൾ കുട്ടിയുടെ കാലിൻ്റെ ഭാഗത്ത് നിന്ന് വെള്ളം ഉറവയായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തു നിന്നാവില്ല നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സഫയിൽ കയറി ആ കുന്നിൽ ഹാജറ ബീവി പ്രതീക്ഷിച്ചു, പക്ഷേ അവർക്ക് അവിടെ റിസൾട്ട് കിട്ടിയില്ല. മർവയിൽ കയറി നോക്കി, അവിടെയും റിസൾട്ട് കിട്ടിയില്ല. എന്നാൽ അവർക്ക് റിസൾട്ട് കിട്ടിയത് അവർ പ്രതീക്ഷിക്കാത്ത, അവർക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നിന്ന് തന്നെ അവർക്ക് റിസൾട്ട് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ അകപ്പെട്ടാൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും പ്രതീക്ഷ കൈവെടിയാതെ പരിശ്രമിക്കുകയും ചെയ്താൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ, അതാണ് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രീതിയിൽ അവൻ വേണ്ടത് എന്താണോ അത് അള്ളാഹു ഇറക്കി കൊടുക്കും എന്നുള്ളത്. ഇവിടെ വരുന്ന ഭർത്താക്കന്മാർ മരിച്ച വിധവകളായിട്ടുള്ള 1000-ലധികം സഹോദരിമാരായാലും അവർ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം അവരുടെ മുമ്പിൽ ഹാജറ ബീവിയുടെ മനസ്സിൽ കുറഞ്ഞ ഒരു സമയത്തുണ്ടായ ആ ഒരു ചോദ്യം പലരുടെയും മനസ്സിൽ, ആയിരക്കണക്കിന് സഹോദരിമാർ, നമ്മുടെ സെൻറ്ററിൽ വരുന്ന സഹോദരിമാരുടെ മനസ്സിലും ഉണ്ട് എന്നുള്ളതാണ്. ഈ സമയത്ത് അവരോട് നമുക്ക് പങ്കുവെക്കാനുള്ളത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, പ്രതീക്ഷ അർപ്പിക്കുക, പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ വരുന്ന ഓരോ രോഗികളും അവർ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ, ഒരു സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ അവർ നടത്തുന്ന ആ ഒരു ഇത് അള്ളാഹുവിൻ്റെ ഒരു വിധി പ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും പ്രതീക്ഷയോടുകൂടി ആ ചികിത്സ, എൻ്റെ കാല് ഇൻഷാ അല്ലാഹ് ശരിയാവും, കൈ ശരിയാവും, കൈക്ക് ചലനശേഷി വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ, ഈ ഒരു പ്രതീക്ഷ എന്ന് നഷ്ടപ്പെടുന്നോ മനുഷ്യന് പ്രതീക്ഷ നഷ്ടപ്പെടുന്നതോടുകൂടി നിഷ്ക്രിയനാവുകയും നിരാശനാവുകയും പരാജിതനാവുകയും ചെയ്യുമെന്നുള്ളതാണ്. പ്രതീക്ഷയാണ് നമ്മളെ പ്രവർത്തിക്കുന്നതിനുള്ള എനർജിയായിട്ട്, ഊർജമായിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ആയിരക്കണക്കിന് 2000-ലധികം രോഗികൾ നമ്മളുടെ തെറാപ്പി സെൻറ്ററിലൂടെ ചികിത്സ കഴിഞ്ഞ് അവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു, പ്രതീക്ഷയോടുകൂടി അവർ ചികിത്സ നടത്തി, അവർ പരിശ്രമിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരും അവരുടെ വീട്ടിലുള്ള അവരുടെ ഭർത്താവിന് രോഗം വരുമ്പോൾ ഭാര്യ പരിശ്രമിച്ചു, ഭർത്താവ് കഴിയുന്ന രീതിയിൽ പരിശ്രമിച്ചു. അങ്ങനെ പലരുടെയും പരിശ്രമങ്ങളുടെ ഫലമായിട്ട് റിസൾട്ടുകൾ വന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു സമുദായം എന്നുള്ള രീതിയിൽ പ്രതിസന്ധികളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾക്ക് അതിജയിക്കണമെങ്കിൽ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഈ 3 കാര്യങ്ങൾ, ഒന്ന് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, പ്രതീക്ഷ അർപ്പിക്കുക, പരിശ്രമിക്കുക, ഈ 3 കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചാൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും മനസ്സ് പതറാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഈമാനികമായിട്ടുള്ള ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തിൽ ഇരുലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.